മോർണിംഗ് ചിൽഡ്രൻ, ഞാൻ നിങ്ങളെ ഇന്നൊരു പുതിയ പാഠം പഠിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. പാഠ് 11 ഇച്ഛാശക്തി. വിൽമ റുഡോൾഫ്. എന്താണ് ഇച്ഛാശക്തി? ഇച്ഛാശക്തി മീൻസ് ദ പവർ ഓഫ് ഡിസയർ, അതായത് വിൽ പവർ. അതിനൊരു വലിയ ശക്തിയുണ്ട് കേട്ടോ. നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിൻ്റെ പവർ, ശക്തി. ഇച്ഛ, ആഗ്രഹം, ശക്തി, പവർ. ഇച്ഛയുടെ പവർ, അതായത് ആഗ്രഹത്തിൻ്റെ പവർ. അതിന് ഉദാഹരണം നമുക്ക് തന്നിരിക്കുന്നത് വിൽമ റുഡോൾഫ് ആണ്. ഓക്കെ, ഹം സീഖേംഗെ. ഈ പാഠം പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ പഠിക്കണം. എന്ത് പഠിക്കണം? ജീവൻ മേ ഉൽപ്പന്ന കഠിനായിയോ മേ അപ്പനി ഇച്ഛാശക്തി. അതായത് ജീവിതത്തിൽ വരുന്ന കഠിനായം എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ. അപ്പനി ഇച്ഛാശക്തി, സ്വന്തം ആഗ്രഹത്തിൻ്റെ പവർ കൊണ്ട് ഐസി ആന്തരിക പ്രേരണ തരുക. ഇങ്ങനെ നമുക്ക് ആന്തരികമായ ഒരു പ്രേരണ തരുന്നു. എന്ത് തരുന്നു? जो किसी को भी नई दिशा प्रदान कर देगी. ചിലരെയൊക്കെ കുറച്ച് പേരെയെങ്കിലും കേട്ടോ, കിസിക്കോ നൈ ദിശാമേ പ്രധാൻ കർത്തി, ഒരു പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. ജബ് ഒരു आंतरिक इच्छा का विकास होता है तो कार्य करने के लिए नवजीवन ऊर्जा അനുഭവ होता है. അങ്ങനെ ആന്തരിക ഇച്ഛ വികാസം होता है. നമ്മുടെ മാനസികമായ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം വികസിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? तो कार्य करने के लिए നവജീവൻ ഊർജ का അനുഭവം होता है. കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നവജീവൻ, ഒരു പുതിയ ജീവൻ, ജീവൻ്റെ ഊർജം നമുക്ക് അനുഭവപ്പെടുന്നു. ഒരു നവജീവൻ്റെ ഊർജം നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ഏതൊരു മനുഷ്യനും കഠിനമായ അവസ്ഥകളിൽ നിന്ന് തൻ്റെ ആ കഠിനമായ അവസ്ഥകളെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ ഇച്ഛാശക്തിക്ക് കഴിയും. ഇച്ഛാശക്തി ഉണ്ടാവണം, ഉണ്ടാവാതിരുന്നാൽ അതൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇസ് പാഠക്കോ പഠിക്ക വരൂ, നമുക്ക് ഈ പാഠം വായിച്ചതിന് ശേഷം समझे कि सफलता के लिए इच्छा शक्ति की कितनी आवश्यकता है. അതായത് ഈ പാഠം പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും സഫലത എന്ന് പറഞ്ഞാൽ സക്സസ് അല്ലെ, വിജയം വരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇച്ഛാശക്തി എത്രമാത്രം ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇച്ഛാശക്തി നമുക്ക് ആവശ്യമാണ്. ഏതൊരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഇച്ഛാശക്തി ആവശ്യമാണ് എന്ന് പാഠത്തിലൂടെ ലേഖകൻ നമുക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഇച്ഛാശക്തി വലിയൊരു പവറുണ്ട്. എത്ര വലിയ ഡിഫിക്കൽട്ടീസിനെ അതിജീവിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ ദിശയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാൻ ആ ഇച്ഛാശക്തിക്ക് കഴിയും. അതിന് ഇച്ഛാശക്തി ഉണ്ടാവണം. ഓക്കെ, आत्मविश्वास और कड़ी मेहनत असफलता नामक बीमारी को दूर करने की सबसे बढ़िया औषधि है. आत्मविश्वाസം, സെൽഫ് കോൺഫിഡൻസ്, കടി മെഹനത്ത്, ഹാർഡ് വർക്ക്, അസഫലത എന്ന് പറഞ്ഞാൽ ഫെയിലറാണ്, തോൽവി. നാമക്ക് ബീമാരിക്കോ, തോൽവി എന്ന് പേരുള്ള ഈ ബീമാരി, അതൊരു രോഗമാണ്. എനിക്ക് വയ്യ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്ത എപ്പോഴും അതൊരു രോഗമാണ്. ഇങ്ങനെ മടിയന്മാരായിട്ട് ഒരു നിഷ്ക്രിയരായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത് രോഗത്തിൻ്റെ ലക്ഷണം തന്നെയാണ്, രോഗം തന്നെയാണ് കേട്ടോ. അത് ദൂർ കർണേക്ക് സബ്സെ ബഡിയ ഔഷധി. ഇങ്ങനെ നിഷ്ക്രിയരായിട്ട് ഇരിക്കുന്ന ഈ അവസ്ഥ നമ്മുടെ തോൽവിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഔഷധമാണ് എന്ത്? ആത്മവിശ്വാസം. നമ്മുടെ തോൽവിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ട ഔഷധമാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസമില്ലാത്തവൻ പരിചയപ്പെടും. APJ അബ്ദുൽ കലാം की इस सोच 100% सही है. ഇത് ഞാൻ പറഞ്ഞതൊന്നും അല്ല കേട്ടോ, ഇത് ലേഖകനും പറഞ്ഞതല്ല. ഇത് പറഞ്ഞതാരാണ്? ആത്മവിശ്വാസം കൊണ്ട് ജീവിതത്തിലെ സർവോന്നത ശ്രേണിയിലെ ഏറ്റവും ഉയരത്തിലെത്തിയ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രഥമ പുരുഷനായി തീർന്ന ഡോക്ടർ
APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. ഇത് വേറെ ആരും പറയുന്നതല്ല, ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരാളുടെ വാക്കുകളാണ് കേട്ടോ. ശത് പ്രതിശത് സഹിഹേ. ശത് പ്രതിശത് എന്ന് പറഞ്ഞാൽ 100% അത് സത്യമാണ്. അവർ ഇസ്കാ ഏക് ഉദാഹരണ ഹേ വിൽമ റുഡോൾഫ്. ഇതിനൊരു ഉദാഹരണമാണ് ആര്? വിൽമ റുഡോൾഫ്. ശത് പ്രതിശത് എന്ന് പറഞ്ഞാൽ 100%. ശത് പ്രതിശത് എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ശരിയാണ് എന്ന് സമ്മതിച്ചു തരുന്ന ഒരു ഉദാഹരണമാണ് വിൽമ റുഡോൾഫ്. 11 वर्ष की तक विल्मा बिना ब्रेस से चल नहीं सकी. 11 वर्ष से, അതായത് 11 വയസ്സ് വരെ വിൽമ ബിന ബ്രേസ് കെ ചൽ നഹി സക്കി. ഏകദേശം 11 വയസ്സ് വരെ വിൽമയ്ക്ക് ബ്രേസ് എന്ന് പറഞ്ഞാൽ തളർന്നു പോയ കാലുകൾക്ക് ബലം വയ്ക്കാൻ വേണ്ടിയിട്ട് കാലുകളിൽ വെച്ച് കിട്ടുന്ന ഒരു മെഷീനാണ് കേട്ടോ, ഒരു ഉപകരണമാണ് ബ്രേസ്. അതില്ലാതെ ആ കുട്ടിക്ക് നടക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. കാരണം കുട്ടി പോളിയോഗ്രസ്ത് ആയിരുന്നു, പോളിയോ വന്ന കുട്ടിയായിരുന്നു. പോളിയോ വന്ന നിങ്ങൾക്കറിയാം, തളർന്നു പോകും അല്ലേ, കൈകാലുകൾ തളർന്നു പോകും. ഓക്കെ, ഇനി 21 വർഷ की उम्र में, എന്നാൽ 21 വയസ്സിൽ 1960 ഒളിമ്പിക് മേ ദൗഡ്, ഒളിമ്പിക്കിൽ ഓടി അവൾ 3 ഗോൾഡ് മെഡൽ ജീത് കർ മിസാൽ കായം കർ ദി. അപ്പോൾ അവർ 3 ഗോൾഡ് 3 സ്വർണ്ണ മെഡൽ നേടി. അത് ഒളിമ്പിക്സിൽ 1960 നടന്ന ഒളിമ്പിക്സിൽ 3 ഗോൾഡ് മെഡൽ, 3 ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ 3 ഗോൾഡ് മെഡൽ മേടിച്ച് ജയിച്ച് മിസാൽ കായം കരുതി. മിസാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എക്സാമ്പിളായി, അവൾ ഉദാഹരണമായി മാറി. ഇനി വിൽമ ജബ് 28 साल की थी तो पोलियो से ग्रस्त हो गई थी. विल्मा जब 28 साल की थी तो पोलियो से ग्रस्त हो गई थी. 28 साल എന്ന് പറഞ്ഞാൽ 2.5 year, അതായത് 2.5 വയസ്സുള്ളപ്പോൾ ആ കുട്ടിക്ക് പോളിയോ പിടിച്ചു. 5 വയസ്സിന് മുമ്പാണ് സാധാരണയായി പോളിയോ ആളുകൾക്ക് കൂടുതലായിട്ട് വരിക അല്ലേ, കുട്ടികൾക്കാണേലും അതിന് മുമ്പ് തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോളിയോയ്ക്ക് വാക്സിൻ തരിക. അപ്പോൾ ഈ വിൽമയ്ക്ക് 2.5 വയസ്സുള്ളപ്പോൾ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? പോളിയോഗ്രസ്തായി പോയി, കുട്ടിയുടെ കാലുകൾ തളർന്നു പോയി. और उसे पैरों की हिलाने में भी दर्द होने ലക്ക. കാലുകളൊന്ന് അനക്കം പോലും അവൾക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. विल्मा को संभालने के लिए माँ को अपनी काम छोड़ देना पड़ा. അമ്മയ്ക്ക് വിൽമയെ സംരക്ഷിക്കാൻ വേണ്ടി, വിൽമയെ നോക്കാൻ വേണ്ടി അമ്മയ്ക്ക് തൻ്റെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. വേ ഉസെ घर से 50 मील दूर स्थित अस्पताल में ले जाती क्योंकि वही सबसे नज़दीक अस्पताल था. കാരണം ഈ 50 കിലോമീറ്റർ ദൂരെയുള്ള ഈ ആശുപത്രിയായിരുന്നു ഏറ്റവും നജദീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത്, നിയർ ആയിട്ടുള്ള ആശുപത്രി. ഏറ്റവും അടുത്തായിട്ടുള്ള ആശുപത്രി ഈ 50 കിലോമീറ്റർ ദൂരെയുള്ള ആശുപത്രിയായിരുന്നു. വഹ അശ്വേദം കെ ഇലാജ് കി സുവിധ ഥി. അശ്വേദം അതായത് പോളിയോഗ്രസ്തായിട്ടുള്ള കുട്ടികളുടെ ഇലാജ്, അതായത് ട്രീറ്റ്മെൻറ്റുള്ള സ്ഥലം അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും അടുത്തുള്ള ആശുപത്രി, എല്ലാ ആശുപത്രിയിലും പോളിയോ പിടിച്ചവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുള്ള ആശുപത്രി 50 കിലോമീറ്ററുള്ള ഈ ആശുപത്രിയായിരുന്നു ഏറ്റവും അടുത്തുള്ള ആശുപത്രി. ഓക്കെ, വിൽമാ का प्रवेश एक विद्यालय में करा दिया. വിൽമയെ ഒരു സ്കൂളിൽ ചേർത്തു. ജിസ്സെ कि उनका മനോബൽ ബനാ രഹേ. അവൾക്ക് മനോബലം, അവളുടെ മനസ്സിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവളെ സ്കൂളിൽ ചേർത്തത്. വിൽമ की माँ हमेशा उसे अपने आप को बेहतर समझाने के लिए प्रेरित कर रहती थी. എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു അമ്മയാണ് അതൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ വേണ്ടി തന്നെ വിൽമ ഭാഗ്യവതിയാണ് അല്ലേ, നല്ലൊരമ്മ. കാരണം ഈ അമ്മ എപ്പോഴും തൻ്റെ മകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു.
അത് തന്നെയല്ല, അവൾക്ക് നല്ല മനോബലം ഉണ്ടാകാൻ വേണ്ടി കൂടി ആ അമ്മ പരിശ്രമിച്ചു. ഞാൻ എല്ലാവരിലും ഞാൻ എൻ്റെ കാലുകൾ തളർന്നു പോയത് കൊണ്ട് ഞാൻ മോശമാണ്, ഞാൻ കഴിവില്ലാത്തവളാണെന്നല്ല അമ്മ മകളെ പഠിപ്പിച്ചത്. आपको बेहतर समझाने के लिए പ്രേരിത करती थी. മറ്റുള്ളവരെക്കാളും ഞാൻ കുറച്ചും കൂടി നല്ലതാണ്, കഴിവുള്ളവളാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ പ്രേരണ കൊടുത്തു. 5 साल तक इलाज चलने के बाद बिल्मा की हालत में थोड़ा सुधार हुआ. 5 साल के बाद 5 വർഷം ഇലാജ് ചലാനെ കെ ബാദ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ബിൽമയ്ക്ക് ഹാലത്തുമേ ബിൽമയുടെ അവസ്ഥയിൽ തോട സുധാറായ കുറച്ച് വ്യത്യാസം വന്നു. വഹ ഏക് പാവമേ ഊഞ്ചി ഏടിക്ക് ജൂത്തെ പാൻകർ ഖേൽനലകി. അവൾ ഒരു കാലിൽ ഉയർന്ന ചെരുപ്പിട്ട്, ഏടി എന്ന് പറഞ്ഞാൽ ഹീലുള്ള, ഒരു കാലിൽ ഉയർന്ന ഹീലുള്ള ചെരുപ്പിട്ട്, പൊക്കമുള്ള ഹീലുള്ള ചെരുപ്പ്, ജൂത്തെ ഷൂസ് ധരിച്ച് കളിക്കാനായിട്ട് തുടങ്ങി. ഡോക്ടറിനെ ബാസ്കറ്റ് ബോൾ ഖേൽനേക്ക് സലാഖ് ദി. ഈ കുട്ടിയെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ അവളോട് ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി അവൾക്ക് ഉപദേശം കൊടുത്തു. डॉक्टर एम.वे. ने बताया कि उसे ब्रेस की सहारे ही चलना पड़ेगा. ഡോക്ടർ അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന ഡോക്ടർമാർ പറഞ്ഞു, എന്താ പറഞ്ഞത്? കിവേ ബ്രസ് കെ സഹാരേക്ക് ചലന പടേക. നീ ബ്രേസ് ഉപയോഗിച്ച്, കാലിൽ ബ്രേസ് ധരിച്ച് തന്നെ നീ നടക്കേണ്ടി വരും. പർമാ കെ സമർപ്പൺ മെഹനത്ത് और लगन के कारण विल्मा अपने ब्रेस उतारकर पहली बार ബാസ്കറ്റ്ബോൾ ഖേലി. അങ്ങനെ ഈ ഡോക്ടർമാർ ജീവിതകാലം മുഴുവൻ ഈ ബ്രേസ് തന്നെ ധരിച്ചുകൊണ്ട് തന്നെ നീ നടക്കേണ്ടി വരും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. എന്നാൽ അവളുടെ അമ്മ എന്ത് ചെയ്തു? അമ്മയുടെ സമർപ്പണം, തൻ്റെ മകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം, മെഹനത്ത്, കഷ്ടപ്പാട്, അവർ ലക്കൻ, തൻ്റെ ഉള്ളിലുള്ള തൻ്റെ മകളെ ഒരു നല്ല കുട്ടിയായിട്ട് വളർത്തിയെടുക്കണമെന്നുള്ള ആ ആഗ്രഹം കാരണം ബിൽമ അപ്പനെ ബ്രേസ് ഉത്താർക്കർ പഹലി ബാർ ബാസ്കറ്റ്ബോൾ ഖേലി. ബിൽമ തൻ്റെ ബ്രേസ്, കാലിൽ നടക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെച്ച ആ ബ്രേസ് മാറ്റി അവൾ ആദ്യ പ്രാവശ്യം എന്ത് ചെയ്തു? ബാസ്കറ്റ്ബോൾ കളിച്ചു. डॉक्टर को जब एक पता चला तो वे उससे मिलने आए. ഡോക്ടർക്ക് ഇതറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഡോക്ടർ എന്നാ പറഞ്ഞു? ഡോക്ടർ വേഗം തന്നെ ഓടി വീട്ടിൽ വന്നു. കൊച്ച് ബ്രേസ് ഊരി വെച്ച് ബാസ്കറ്റ് ബോൾ കളിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ഓടി അവരുടെ അടുത്ത് വന്നു. ഉൻഹോനെ ഉസ്സെ ബ്രേസ് ഉത്താർക്കർ ദൗഡനേക്കോ കഹ. അദ്ദേഹം അവളോട് പറഞ്ഞു, നീ ബ്രേസ് മാറ്റി വെച്ചിട്ട് ഒന്ന് ഓടുക. കുച്ച് കഥം ചലനെ के बाद वे दौड़ी और गिर गए. കുറേ ദൂരം അവൾ ഓടി, കുറച്ച് ഫീറ്റ് അവൾ ഓടി. പക്ഷേ ദൗടി അവർ ഗിർ പടി, പക്ഷേ വീണുപോയി. ഡോക്ടർ എം.वे. ने बिल्मा को उठाकर सीने लगाया. ഡോക്ടർ എം.वे. ബിൽമയെ എടുത്ത് കെട്ടിപ്പിടിച്ചു. അവർ കഹ ശബാഷ് ബിൽമ. അവൾക്ക് കൺഗ്രാജുലേഷൻ കൊടുത്തു. ഷബാഷ്, വെരി ഗുഡ്, മാർവലസ് എന്നൊക്കെ പറയത്തില്ലേ. മേരാ കഹ ഗലത്ത് ഹുവ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി മോളെ. പർമേരി സാത്ത് പൂരി ഹുയി. പർമേരി ഗലത്ത് ഹുവ. പർമേരി സാധ് പൂരി ഹുയി. എന്നാൽ എൻ്റെ ഇച്ഛ, എൻ്റെ സാധ് എന്ന് പറഞ്ഞാൽ ഇച്ഛ, ആഗ്രഹമാണ് കേട്ടോ. സാധ് പൂരി ഹുയി, എൻ്റെ ആഗ്രഹം പൂർണ്ണമായി നീ നടക്കണമെന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. ആ ആഗ്രഹം പൂർണ്ണമായി. തും ദൗടേക്ക്, നീ ഓടും, ഉറപ്പായിട്ട് നീ ഓടും, നിനക്ക് ഓടാൻ കഴിയും. കൂബ് ദൗടോഗി, നീ ഒരുപാട് ഓടും. അവർ സബ്കോ പീച്ചെ ചോട് ദേഗി, എല്ലാവരെയും നീ പിന്നിലാക്കും, നിനക്ക് അത്രയ്ക്കും ഓടാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞു. യഹ് ബാത്ത് വിൽമാനെ ഘാട്ട് ബദലി. ഈ വാക്കുകൾ വിൽമ തൻ്റെ ഹൃദയത്തിൽ നല്ല സംഭരിച്ച് വെച്ചു, കെട്ടിവെച്ചു, മുറുക്കി വെച്ച് അഴിഞ്ഞു പോവാതെ. കാരണം ഈ വാക്കുകളാണ് അവളെ മുന്നോട്ട് നയിച്ചത്. ഇത് നഷ്ടപ്പെട്ടു പോകാൻ അവൾ അനുവദിച്ചില്ല. ഉസ്നെ ബാദമേ ഏക ഇൻ്റർവ്യൂ മേ കഹ. അവൾ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു,
डॉक्टर MV के सवाशी ने एक चट्टान तोड़ दी थी. ഈ ഡോക്ടർ MVയുടെ ഈ വാക്കുകൾ എനിക്കൊരു കഴിവുമില്ല, ഞാനൊരു പ്രയോജനവുമില്ലാത്ത വസ്തുവെന്ന കരിമ്പാറയെ പൊട്ടിച്ച് തകർത്തു. അവർ വഹാമേക്ക് ഊർജ കി ധാര ബഹുടി, അവിടെ ഒരു ശക്തി പ്രവാഹം ഉണ്ടായി. അവിടെ ഒരു ഊർജം എന്ന് പറഞ്ഞാൽ പവറിൻ്റെ ഒരു ഒഴുക്ക് ഫ്ലോ ഉണ്ടായി. मैंने सोच लिया, ഞാൻ ഓർത്തു, सोच लिया था कि मुझे संसार के सबसे तेज ധാവിക ബനനാഹി, എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ റണ്ണറായി തീരണം. ഇതായിരുന്നു വിൽമ ഓർത്ത്. ധാവിക റണ്ണർ അഥവാ ഓട്ടക്കാരി ബനനാഹി ആകണമെന്നാണ് വിൽമ ആഗ്രഹിച്ചത്. इसके बाद विल्मा की माँ ने उसके लिए കോച്ച് का इंतजाम कर दिया. ഇതിന് ശേഷം വിൽമയുടെ അമ്മ വിൽമയ്ക്ക് ഒരു കോച്ചിനെ ഏർപ്പാടാക്കി കൊടുത്തു. उसके लेकिन और संकल्प को देखकर स्कूल ने पूरा सहयोग किया. അവളുടെ ആഗ്രഹം ഇച്ഛാശക്തി എല്ലാം കണ്ട് സ്കൂളും അവൾക്ക് പൂർണ്ണമായി കൂടെ നിന്നു. 1953 में 1953 पहली बार अंतर विद्यालय दौड़ प्रतियोगिता में हिस्सा लिया. 1953 ആദ്യത്തെ പ്രാവശ്യം അന്തർവിദ്യാലയ സ്കൂളുകൾ തമ്മിൽ മാത്രമായി ചേരുന്ന പ്രതിയോഗിത കോമ്പറ്റീഷനിൽ അവൾ പങ്കെടുത്തു. വഹ ഇസ്മേ ആഖിരി സ്ഥാൻ പർ രഹി, അവൾ ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും പിന്നിലായിരുന്നു. വിൽമ ने अपना आत्मविश्वास कम नहीं होने दिया. വിൽമ തൻ്റെ ആത്മവിശ്വാസം കുറയാനായിട്ട് അനുവദിച്ചില്ല. അപ്പന അഭ്യാസ് ജാരി രഖ, തൻ്റെ അഭ്യാസം പ്രാക്ടീസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ആഖിർക്കാർ അവസാനം ആട്ട് അസഫലതാവും കെ ബാദ് 9वीं प्रतियोगिता में उसे जीत നസീബ് ഹുയി. അങ്ങനെ അവസാനം 8 തോൽവിക്ക് ശേഷം, ഫെയിലറിന് ശേഷം വിൽമ 9ാമത്തെ പ്രാവശ്യം അതിൽ അവൾ ജയിച്ചു. इसके बाद विल्मा ने पीछे मोड़कर नहीं देखा. ഇതിന് ശേഷം വിൽമ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വേ लगातार 9वीं പ്രതിയോഗിത में उसे जीत നസീബ് ഹുയി. നസീബ് എന്ന് പറഞ്ഞാൽ ഫേറ്റ് ആണ്, ഭാഗ്യം കിട്ടി, ജയിക്കാനുള്ള അവസരം ഉണ്ടായി. इसके बाद വിൽമാനെ, അതിനുശേഷം വിൽമ പീച്ചെ മോഡ് കർണഹി ദേഖ, പിന്നീട് അവൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. വോ ലഗത്താർ കണ്ടിന്യൂസ്ലി ബെഹത്തർ പ്രദർശൻ കർത്തി രഹി, അവൾ പിന്നീട് ഒരിക്കലും തോറ്റിട്ടില്ല. പിന്നെ കണ്ടിന്യൂസ്ലി നിരന്തരമായി അവൾ നല്ല പ്രദർശൻ കർത്തി രഹി. उसे 1960 में रोम ओलंपिक में देश के प्रतिनिधित्व करने का मौका मिला. 1960 റോം ഒളിമ്പിക്സിൽ തൻ്റെ ദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള അവസരം, ചാൻസ് കിട്ടി. ഒളിമ്പിക് में विल्मा ने 100 मीटर दौड़, 100 मीटर 100 मीटर दौड़ाണ്, 200 मीटर और 400 मीटर റിലേ ഗോൾഡ് മെഡൽ ജീത്തെ. ഈ ഒളിമ്പിക്സിൽ വിൽമ എന്തിനെല്ലാമാണ് സമ്മാനം മേടിച്ചത്? 100 മീറ്റർ ദൗഡ് റണ്ണിങ് റേസിലെ 100 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടം, പിന്നെ 400 അതായത് 400 മീറ്റർ റിലേയിൽ गोल्ड मेडल जीते, गोल्ड मेडल वांगी. इस तरह अमेरिका के प्रथम अश्वेत महिला खिलाड़ी बनी. അങ്ങനെ അമേരിക്കയിലെ ആദ്യത്തെ അശ്വമേധ മഹിളാ ഖിലാഡിയായി തീർന്നു. ജിസ്നെ ദൗഡ് की 3 പ്രതിയോഗിത में गोल्ड मेडल जीते. ഓട്ടത്തിൻ്റെ 3 കോമ്പറ്റീഷനിൽ അവൾ വാങ്ങിയത് 3 മെഡലാണ്. अंकबारों ने उसे ब्लैक गजल की उपाधि से नवाजा. न्यूज़पेपर അവളെ ബ്ലാക്ക് ഗസൽ
എന്ന ബഹുമതി കൊടുത്ത് ആദരിച്ചു. ബാദമേ ദുരന്തർ അശ്വേത് കിലാടി का पर्याय बन गई. അവൾ അങ്ങനെ ദുരന്ത് അശ്വേത് കിലാടി ഒരു പര്യായമായി മാറി. वतन वापसी पर उसके सम्मान में एक ഭോജ സമാരോഹ ആയോജന ഹുവ. ഇങ്ങനെ വിജയിച്ചൊക്കെ വരുന്നവർക്ക് തീർച്ചയായും അവനവൻ്റെ സ്വന്തം ദേശത്ത് ഒരു ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു കാര്യപരിപാടി ഓർഗനൈസ് ചെയ്യൂലേ, അങ്ങനെയുള്ള ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചു. ഉസ്മേ പഹലി ബാർ ശ്വേത് और अश्वेत अमेरिका वासियों ने एक साथ ഭാഗ് ലിയ. അവിടെ ആദ്യകാലത്ത് ശ്വേത് എന്ന് പറഞ്ഞാൽ കറുത്തു, അശ്വേത് വെളുത്തു വർഗം, കറുത്തതും വെളുത്തതുമായ വർഗ്ഗക്കാരെല്ലാം അമേരിക്കക്കാരങ്ങനെയാണല്ലോ, കറുത്ത വർഗ്ഗക്കാരുമുണ്ട് വെളുത്ത വർഗ്ഗക്കാരുമുണ്ട്. അവരെല്ലാവരും ഒന്ന് ചേർന്ന് പങ്കെടുത്തു ഈ പരിപാടിയിൽ. വിൽമാനെ ഉസെ അപ്നി ജിന്ദഗി സബ്സെ ബഡി ജീത് മനാത്തി ഥി. ഇങ്ങനെ അശ്വേത എന്ന് പറഞ്ഞറിയാലോ, വിൽമ ഒരു കറുത്ത വർഗ്ഗക്കാരിയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വിൽമ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അപ്പോൾ അമേരിക്കയിലെ 3 ഗോൾഡ് മെഡലും കൊണ്ട് വന്ന ഈ വിൽമയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട്, അനുമോദിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പരിപാടി ഓർഗനൈസ് ചെയ്തു. ആ ഓർഗനൈസ് ചെയ്തതിൽ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും പങ്കെടുത്തു. ശ്വേത് എന്ന് പറഞ്ഞാൽ വെളുത്ത വർഗ്ഗം, അശ്വേത് എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാർ എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്തു. വിൽമാനെ ഈസെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് അവളത് അക്സെപ്റ്റ് ചെയ്തു. വിൽമ അപ്പനി ജീത് കാ ശ്രേയ സതയ അപ്പനി മാക്കോ ദേത്തി ഹെ. വിൽമ തൻ്റെ വിജയത്തിൻ്റെ ഉത്തരവാദിത്വം, അതായത് മഹത്വം തൻ്റെ അമ്മയ്ക്കാണ് കൊടുത്തത്. അഗർ സത്യമാണല്ലേ, ആ അമ്മ മകളെ പ്രോത്സാഹിപ്പിച്ച് ഇതുപോലെ ആക്കി വളർത്തിയില്ലായിരുന്നുവെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി മരിച്ചു പോകേണ്ടി വരുമായിരുന്നു അല്ലേ. അമ്മ അതുപോലെ മെൻ്റൽ പവർ കൊടുത്ത കുട്ടിയെ വളർത്തിയത് കൊണ്ടാണ് ആ കുഞ്ഞ് ഇത്ര വലിയ ഒരു വിജയത്തിലെത്തിച്ചേരുവാൻ വേണ്ടി സഹായിച്ചത്. മാ അഗർ ത്യാഗ നഹി കർത്തി തോ വേ കുച്ച് നഹി കർ പാത്തി. അമ്മ തൻ്റെ ആഗ്രഹങ്ങളെ ത്യജിച്ച് തൻ്റെ മകളുടെ കൂടെ നിന്നിരുന്നില്ലെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു ഉയരത്തിലെത്തുവാൻ കഴിയുമായിരുന്നില്ല. സച്ച് ഹേ സഫലത കാ അന്ത് ആനന്ദ് ഉഠാനെ के लिए कठिनाइयों को आवश्यकता होती है. ജീവിതത്തിൽ വിജയം വരിക്കാൻ വേണ്ടി തൻ്റെ അസഫലതയെ, തൻ്റെ ഫെയിലറിനെ ജയിച്ച് സക്സസ്ഫുള്ളാകാൻ വേണ്ടി ബുദ്ധിമുട്ടുകളെ അതിജീവിക്കേണ്ടത് ആവശ്യമാണ്. ജീവൻ മേ കഠിനായിയും ഹമേ ബർബാദ് കർണേ നഹി ആത്തി ഹെ. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി വരുന്നത് അല്ല, ബൽക്കി ഏ ഹമാരി ചിപ്പി ഹുയി സാമർത്ഥ്യ അവർ ശക്തിയോ को बाहर निकलने के लिए हमारे मदद करती है. ഇത് നമ്മുടെ സാമർത്ഥ്യത്തെ, നമ്മുടെ കഴിവുകളെയും ശക്തിയെയും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. കഠിനായിयों को एक जान लेने दो. കഠിനായിयों को നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി അനുവദിക്കുക. कि दैट उससे भी ज़्यादा कठिन हो आप उससे भी ആ കഠിനതകളും നമ്മൾ ആ ഡിഫിക്കൽറ്റിനേക്കാളും വലിയ ഡിഫിക്കൽട്ടായി മാറും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ കഠിനായിയെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇതാണ് വിൽമയുടെ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പാഠം വായിക്കുക, നല്ല കുട്ടികളാകുക. ഓക്കെ, താങ്ക് യു.